നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. കുടക് മടിച്ചേരി സ്വദേശിയായ PS സലീമിന്റെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം തൊട്ടടുത്ത ദിവസം ഇയാൾ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് വിവരം. കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിൽ കേരള പോലീസിന്റെ ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. സംഭവം നടന്ന ദിവസങ്ങളായിട്ട് പ്രതിയെ തിരിച്ചറിയാൻ പോലും കഴിയാഞ്ഞത് പോലീസിനെ ഏറെ കുഴക്കിയിരുന്നു. വിവാഹം കഴിച്ച ശേഷം ഭാര്യയും മക്കളോടുമൊപ്പം പെൺകുട്ടിയുടെ വീടിനടുത്ത് വർഷങ്ങളായി ഇയാൾ താമസിച്ചു വരികയായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത സമാന രീതിയിലുള്ള മറ്റൊരു പോക്സോ കേസിലും സലീം പ്രതിയാണെന്ന നിർണായക വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് പോലീസ് മേധാവി P. ബിജോയുടെ നേതൃത്വത്തിൽ 3 ഡിവൈഎസ്പിമാരാണ് കേസ് അന്വേഷിക്കുന്നത്. സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം കുടക് ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് കരുതുന്നത്. കേസിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സംഭവം നടന്ന പ്രദേശത്തേക്ക് ഉത്തരമേഖല DIG നേരിട്ടെത്തുകയും SP-യുമായി കൂടി ചേർന്ന് യോഗം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി V. രതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ എടുത്ത് 1/2 കിലോമീറ്റർ അകലെയുള്ള വയലിൽ എത്തിച്ച് പീഡിപ്പിച്ചത്. കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത ശേഷം പ്രതി കടന്നു കളഞ്ഞു. പ്രതി മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞയാളാണെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരുന്നത്. കള്ളിമുണ്ടും ഷർട്ടും മാസ്കും ധരിച്ചിരുന്നുവെന്നും 10 വയസ്സുകാരി പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമായി. കണ്ണൂർ DIG തോംസൺ ജോസ് ബുധനാഴ്ച പകൽ മുഴുവൻ കാഞ്ഞങ്ങാട്ടായിരുന്നു. ജില്ലാ പോലീസ് സൂപ്രണ്ട് P. ബിജോയ്ക്കും മറ്റു ഉദ്യോഗസ്ഥർക്കുമൊപ്പം കുട്ടിയുടെ വീട്ടിലും പീഡനം നടന്നിടത്തുമെല്ലാം സന്ദർശിച്ച DIG സമീപവാസികളോട് സംസാരിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള സൂചന കിട്ടി. പിന്നാലെ നിർണായക CCTV ദൃശ്യവും. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 9 വയസ്സുകാരിയെ ബുധനാഴ്ച പുലർച്ചെ 3-ഓടെയാണ് എടുത്ത് 1/2 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പീഡനശേഷം സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത് അക്രമി കടന്നു. ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ക്രൂരത നടന്നത്. കഴുത്തിനും കണ്ണിനും കാതിനും പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. പുലർച്ചെ 2:30-ഓടെ മുത്തശ്ശൻ പശുവിനെ കറക്കാനായി വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയ സമയത്താണ് അക്രമി അകത്ത് കയറിയത്. വീടിനെ കുറിച്ച് മറ്റു വ്യക്തമായ അറിവ് പ്രതിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടിയെടുത്ത് അടുക്കളവാതിൽ വഴി തൊട്ടടുത്ത പറമ്പിലൂടെ 1/2 കിലോമീറ്റർ അകലെയുള്ള വയലിലെത്തി. ഇതിനിടെ ഉണർന്ന കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു. ഒച്ച വെച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും കമ്മൽ ഊരിയെടുത്ത ശേഷം 4-5 വീടിനപ്പുറത്താണ് നിന്റെ വീടെന്നും പൊയ്ക്കൊള്ളാനും പറഞ്ഞ് അക്രമി കടന്നു കളഞ്ഞു. പശുവിനെ കറക്കാൻ പോകുമ്പോൾ മുത്തച്ഛൻ മുൻവാതിൽ അടച്ചിരുന്നു. അകത്തുനിന്നോ പുറത്തുനിന്നോ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് അറിയാവുന്നയാളാണ് അക്രമിയെന്നും ഉറപ്പായിരുന്നു. ഏതായാലും പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്.